ിലുള്ള എത്തിയിസ്റ്റുകളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു പ്രവണതയാണ് തെറ്റായ കാര്യങ്ങൾ ആളുകളെ ധരിപ്പിക്കുക എന്നുള്ളത്. അതിനിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആരുടെയെങ്കിലും പേരൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഒരു മാർക്കറ്റ് അതിനാണ് ഇപ്പോൾ കൂടുതൽ, തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് കൂടുതലുള്ളത്. ഏതെങ്കിലും വിധത്തിൽ ഒരു വീഡിയോ ചെയ്യുക, അതിൻ്റെ കണ്ടൻറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ അതിന് ഉപോത്ഫലകമായിട്ടുള്ള തെളിവുകളോ ഇതൊന്നും അവർക്ക് ബാധകമല്ല. ഈ പണ്ടത്തെ ഒരു ചൊല്ലുണ്ട്, വായിൽ തോന്നിയത് കോതയ്ക്കപ്പാട്ട് എന്ന് പറയുന്ന രീതിയിൽ അങ്ങോട്ട് വച്ച് വീക്കാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇനി അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തുന്നതിനോ അതിനെ തിരയുന്നതിനോ ഒന്നും താല്പര്യവുമില്ല. ഇതൊക്കെ കേട്ടാൽ മതി. അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനൊന്നും ആരും തയ്യാറാവുന്നില്ല. ആ സമയത്ത് എന്താണോ കേൾക്കുന്നത് അത് കേട്ടു, ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് ശരി എന്ന് ആ രീതിയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതങ്ങനെ മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ സജീവമായി കഴിഞ്ഞപ്പോൾ ഒരു മോണിറ്റൈസേഷൻ സോഷ്യൽ മീഡിയയിലുണ്ട്. നമുക്കറിയാം, നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്താൽ റീച്ച് കിട്ടുന്നു. അതനുസരിച്ചിട്ട് യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് പലർക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവായിട്ട് അതിനെ വയറ്റിപ്പഴപ്പ് എന്ന് കരുതിക്കൊണ്ട് നമുക്ക് സമാധാനിക്കാം, എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതാം. എങ്കിലും പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ അടിയിൽ വന്നിട്ട് കമൻ്റ് എഴുതുന്ന ആളുകളുടെ ഒരു നിലവാരത്തെ സംബന്ധിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പോവുകയാണ്. ഈ കമൻ്റ് എഴുതുന്ന ആളുകൾ ഒന്നും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്ന പോലുമില്ല. ഇത് നമ്മൾ ഈ രവിചന്ദ്രൻ, അതുപോലെ ഇ എ ജബ്ബാർ, ആരിഫ് ഹുസൈൻ, സത്യത്തിൽ ഇവരുടെ ഒന്നും വീഡിയോസുകൾ ഒരു പഠനത്തിന് പോലും അർഹമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇനിയിപ്പോൾ അറിയാമെങ്കിൽ തന്നെയും അത് കേൾക്കുന്നവർ ഇതിങ്ങനെ കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ട് പർപ്പസ്ഫുള്ളി അതങ്ങനെ പറയുന്നതാണ് എങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനുമില്ല. ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ വെറുതെ റീച്ച് കിട്ടുന്നതിനും വെറുതെ ഫെയിം ആകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കുറുക്കുഴിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് നെറികേടും ആരും ചെയ്യുമെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. സോക്കോൾഡ് എത്തിയിസ്റ്റുകൾ, അവർ ഞാൻ സ്യൂഡോ എത്തിയിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. എത്തിയിസം എന്ന് പറയുന്നത് നല്ലൊരു, നമുക്കറിയാം നേരത്തെ മുതൽ എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു പേരാണ് എടമുറുക്. സനൽ ഇടമുറുക് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇടമുറുക്. അദ്ദേഹം ഒക്കെ ചെയ്യുന്നത്, അദ്ദേഹമൊക്കെ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ദേഷ്യമല്ല തോന്നുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒരു സാധ്യതയാണ് അത് ഇടുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എത്തിയിസ്റ്റുകൾ എന്ന് പറയുന്നവർ വളരെ വികൃതമായ രീതിയിലുള്ള വീഡിയോകൾ ചെയ്ത് ആളുകൾക്ക് വെറുപ്പിൻ്റെ ഒരു ഫാക്ടറി എന്ന് വേണമെങ്കിൽ അവരെ പറയാം. അത്തരത്തിലുള്ള ആളുകളാണ് കൂടുതലും ഇപ്പോൾ ഈ പറയപ്പെട്ട സോഷ്യൽ മീഡിയയിൽ കൂടുതലും വരുന്നത്. ഞാനതിനെ ഇസ്ലാമോഫോബിക് എന്ന് വിളിക്കുന്നില്ല. കാരണം പേടി എന്ന് പറയുന്നത് ഇസ്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വികാരം തന്നെയാണ്. അത് ഏകദൈവത്തെ മാത്രമേ പേടിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇസ്ലാമോഫോബിക് എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളും ഇസ്ലാം ഭീതിയിലാണ് എന്നുള്ള രീതിയിൽ ഇവർ പല വീഡിയോസും അവതരിപ്പിക്കാറുണ്ട്. അപ്പം അതിൻ്റെ അകത്തൊന്നും സാങ്കത്യമില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. ഒരു നിർബന്ധ ബാധ്യതയായിട്ടൊരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു മുസൽമാൻ നിർബന്ധ ബാധ്യതയായിട്ട് കണക്കാക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും അതിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംവാദത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സംവാദങ്ങളൊക്കെ ഒരു സിനിമയിൽ പറഞ്ഞല്ലേ, അതൊക്കെ കോമഡി അല്ലേ.
നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു, അത് കേട്ട് നിൽക്കുന്ന കുറേ ആളുകൾ കൈയടിക്കുന്നു. അതെന്താണ് പറഞ്ഞതെന്നോ അത് യഥാർത്ഥത്തിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നോ ഇതൊന്നും തന്നെയും അവർക്കത് കേൾക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ്. സത്യത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സങ്കടകരമായിട്ടുള്ളൊരു രീതി, ഒരു ക്രോസ് സ്റ്റഡിയിങ്ങിന് പോലും തയ്യാറാവാത്ത വിധത്തിൽ ആരെന്ത് വിളമ്പിയാലും നമുക്കറിയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ പൈസ പോയ ആളുകൾ ധാരാളമുണ്ട്. ഓൺലൈനിലൊക്കെ പല കാര്യങ്ങളിലും ചെയ്തിട്ട് പൈസ പോകുന്നവർ പലരുണ്ട്. അതേ രീതിയിൽ ഇത്ര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ പറയുന്നത് അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് കാര്യം ചെയ്താലും അതൊരു ക്രോസ് സ്റ്റഡിങ് നടത്തണം. ഒരു ക്രോസ് ചെക്കിങ് നടത്തിയതിന് ശേഷം മാത്രമേ ഒരാളൊരു വിഷയം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ അതിൻ്റെ നിജസ്ഥിതി അറിയണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ബുദ്ധിയുള്ളൊരു മനുഷ്യൻ, ഇന്റലക്ച്വൽ ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എന്ന് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഏത് കാര്യം വന്ന് പറഞ്ഞാലും അതൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുന്നത് ഒരു മര്യാദയാണ്. ഞാനിത് ഇത്രയും പറയാനുണ്ടായ കാരണം, യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ എ ജബ്ബാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തുന്ന ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്. നമുക്ക് ഈ എ ജബ്ബാറിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല. അയാളുടെ കുറച്ച് വീഡിയോസുകൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ആളൊരു എത്തിയിസ്റ്റാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമിനെയാണ്. ഇസ്ലാമിലെ വിഷയങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മോശത്തരങ്ങളുണ്ടോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ കാമ്പുള്ളൊന്നും അതിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറുമില്ല. പക്ഷേ ഞാൻ വെറുതെ അങ്ങനെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഖുർആൻ ക്ലാസ് കണ്ടു. സൂറത്തുൻ നിസായിലെ 4-ാമത്തെ അധ്യായമാണ്. 25-ാമത്തെ വചനത്തെ എടുത്തുകൊണ്ട് അദ്ദേഹം വളരെ കാര്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. ഖുർആൻ ക്ലാസ് എന്ന് കണ്ടു. അപ്പം അത് നോക്കിയതാണ്. അപ്പം ഈ ജബ്ബാർ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവമായിരിക്കുമെന്ന് തോന്നിയെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ അത് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു. എത്ര ലജ്ജാവഹമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയത്തെ പോലും അയാൾ പരിഗണിക്കുന്നില്ല എന്നാണ്. ആ ഖുർആൻ തന്നെ അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നത് വ്യഭിചാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു അനുമതി ദൈവം കൊടുക്കുന്നതാണ് അത് ആ ഖുർആനിൽ. ഇത്ര നിശിതമായി വ്യഭിചാരത്തെ വിമർശിച്ചിട്ടുള്ളൊരു മതം വേറെ ഇല്ല. അതിന് പറയണം. അപ്പോൾ സാധാരണ സൂറത്തുൽ നിസായിൽ 25-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാമ്പത്തികമായിട്ട് നമുക്കറിയാം മഹർ കൊടുക്കണം. പല സ്ത്രീകളും വലിയ മഹർ ചോദിക്കും. അതുകൊണ്ട് മഹർ കൊടുക്കാനായിട്ട് പുരുഷന്മാരുടെ കയ്യിൽ ഉണ്ടാവില്ല, പട്ടിണി പാവങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാരിത്രവതികളായ അടിമ സ്ത്രീകളെ അവരുടെ ഉടമസ്ഥരുടെ അനുമതിയോടുകൂടി അവർ വിവാഹം കഴിക്കുള്ളൂ. ഏത് രീതിയിൽ ഒരു മകളെ ഒരു പിതാവ് വിവാഹം ചെയ്ത് തരുന്നു, ആ അധികാരം മകള് എന്നുള്ളതല്ല, ആ അധികാരത്തോട് കൂടിയിട്ട് ഒരു അടിമ സ്ത്രീയുടെ ഉടമസ്ഥന്റെ അനുമതിയോടുകൂടി അവരെ വിവാഹം ചെയ്തുകൊള്ളുക. അതിനുശേഷം അവർക്ക് മഹർ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ജബ്ബാർ അതിന് പറയുന്നത് മഹർ എന്ന് പറയുന്നത് വ്യഭിചാരത്തിനുള്ള കൂലിയാണ് എന്നാണ്. അയാൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അയാൾ എന്താണ് അതിനെക്കുറിച്ച് അർത്ഥമാക്കിയിരിക്കുന്നത്? അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എങ്കിൽ ഓക്കെ, നമുക്കത് ഇവരെ സംബന്ധിച്ചുള്ള പൊതുവായിട്ടുള്ളൊരു ധാരണ അങ്ങനെ തന്നെയാണ്. എങ്കിലും പച്ചക്കള്ളം പച്ചയായിട്ട് പറയുന്നത് കാണുമ്പോൾ ഇത് ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളൊരു ബോധം പോലും അയാൾക്കില്ല. നിങ്ങളിൽ നിന്നും സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം ചെയ്യാൻ കഴിയാത്തവർ അടിമ സ്ത്രീകളായ ചാരിത്രവതികളെ വിവാഹം ചെയ്തു കൊള്ളട്ടെ. ഇനി അവർ പിന്നീട് തെറ്റെന്തെങ്കിലും ചെയ്താൽ അവർക്ക് സ്വതന്ത്ര സ്ത്രീകളെക്കാൾ പകുതി മാത്രമാണ് ശിക്ഷ. ഹദ്ദ് എന്ന് പറയുന്നത് ഇസ്ലാമിക ശിക്ഷാവിധിയാണ്. വ്യഭിചരിക്കുന്നവർക്ക് 100 അടി അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടിമ സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിൽ 50 അടി. ഇത് ഒരു ശിക്ഷാ നിയമമാണത്. അവർക്ക് അത്രയും ചെയ്താൽ മതിയെന്ന്. ഈ വചനത്തെ എടുത്തുകൊണ്ട് അയാൾക്ക് തോന്നിയ രീതിയിൽ അയാൾ പറയുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം
അതിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വിചാരത്തിനുള്ള അനുമതിയായിട്ടാണ് അയാൾ കണ്ടിരിക്കുന്നത്. നക്കാപ്പിച്ച കാശ് കൊടുത്ത് പോയി, അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കാം അത്. അയാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കാപ്പിച്ച കാശായിരിക്കും കൊടുക്കുന്ന ഒരു പക്ഷേ. ആ ഫ്രസ്ട്രേഷനൊക്കെയാണ് ഇയാൾ ഈ സോഷ്യൽ മീഡിയയിൽ തീർക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും കൂടുതൽ സ്വതന്ത്രമായ ചിന്താഗതികളൊക്കെ വച്ചു പുലർത്തുന്ന കേരള സമൂഹത്തിൽ EA ജബ്ബാറിന് ഒരാള് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. നക്കാപ്പിച്ച കാശെങ്കിലും കൊടുത്തെങ്കിലും. ഇപ്പം നക്കാപ്പിച്ച കാശെങ്കിലും കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഈ ഫ്രസ്ട്രേഷൻ അവരെടുത്ത് തീർക്കുകയാണെങ്കിൽ പൊതുസമൂഹം സഹിക്കേണ്ട കാര്യമല്ലോ. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു സ്വഭാവം അത് നിർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തുകയില്ല. പക്ഷെ കേൾക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, പഠനവിധേയമാക്കുക. അയാൾ പറയുന്നത് എന്താണ് എന്ന് പഠനവിധേയമാക്കുക. അതിനെ സംബന്ധിച്ച് ആ ഖുർആനിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി ഒന്ന് ചോദിക്കുക. ഇതൊക്കെ നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്തു പോയിട്ടുള്ള വേഴ്സസ് ആണ്. പക്ഷെ കഷ്ടം, എന്താ പറയുക, അയാളുടെ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വൃത്തികേടുകൾ വച്ച് പുലമ്പുകയാണ്. അടിമ സമ്പ്രദായത്തെ സംബന്ധിച്ചൊക്കെ ആക്ഷേപങ്ങളാണ് വളരെ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അടിമ സമ്പ്രദായം ഇന്ന് നിലവിലില്ല. അടിമ സമ്പ്രദായം പ്രാക്ടിക്കലായിട്ട് ഇല്ലായ്മ ചെയ്തതിൽ ഇസ്ലാമിന് വലിയ പങ്കുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇതിപ്പോൾ ഒരു ഖുർആൻ വാക്യം എടുത്തിട്ട് അതിനെ എങ്ങനെ വളച്ചൊടിക്കാമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് EA ജബ്ബാർ. അപ്പം അദ്ദേഹത്തെ, അയാളെ ആ ഒരു ഞാൻ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല, വ്യക്തിത്വത്തെ തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വ്യക്തിയല്ല അയാൾ. ഇത്ര നികൃഷ്ടമായി ചിന്തിക്കുന്നത്. പിന്നെ പുള്ളി അതോടൊപ്പം തന്നെയുള്ള ആളുകളുണ്ടാവും, ചിലപ്പോൾ ആരിഫ് ഹുസൈൻ പോലെയുള്ള ആളുകൾ, സി രവിചന്ദ്രൻ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ ഇപ്പം ഇവർക്കിടയിൽ ഒരു മത്സരം നടക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ പറയുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് എന്ന രീതിയിൽ ഇവർക്കിടയിൽ ഒരു മത്സരം നടക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുമ്പോൾ, ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ, സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാറുണ്ട്. മറുപടി കൊടുക്കാൻ യോഗ്യരായിട്ടുള്ള വ്യക്തികളൊന്നും അല്ല. പക്ഷെ പൊതുസമൂഹത്തിനോട് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. അവർക്ക് മറുപടി കൊടുക്കലല്ല, ഇവർ തമ്മിൽ ഒരു മത്സരം പൊതുവായിട്ടുണ്ട്. ആരാണ് ഏറ്റവും വലിയ മണ്ടൻ എന്ന് ഒരു സ്വയം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മത്സരത്തിൻ്റെ പങ്കാളികളാണ് ഇവരെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ആളുകളാണ്. ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സമ്മതിക്കാനേ കഴിയില്ലാത്ത വ്യക്തിയാണ്. അത്രയ്ക്കും മാന്യത കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളെങ്ങനെ സമ്മതിക്കും? അയാളുടെ സിൽബന്ധികളായിട്ടുള്ള കുറേ ആളുകളെ ഫോൺ വിളിക്കാനൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഇപ്പം അങ്ങനെ ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ അപ്പം ആരും ഇല്ല, പുള്ളിനെ വിളിക്കാനായിട്ട് പച്ച മനുഷ്യനൊന്നും ഇല്ല. എന്നിട്ട് കാശ് കൊടുത്ത് ആരെയും കൊണ്ടൊക്കെ വിളിപ്പിക്കുന്നു. അവർ ചോദിക്കുന്നതിന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഇതേ രീതിയിൽ കുറച്ച് നാടകങ്ങൾ. അതുകൊണ്ട് ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. നമുക്ക് ആളുകളെ വിമർശിക്കാം, പ്രവർത്തനങ്ങളുടെ വിമർശിക്കാം, ആശയങ്ങളെയും ആദർശങ്ങളെയും വിമർശിക്കാം. വിമർശനത്തിൽ കഴമ്പ് വേണം എന്ന് പറയുന്നില്ല, പക്ഷെ വിമർശനത്തിൽ മാന്യതയാകാം. വിമർശനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പ്രവർത്തനത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിക്രമം എന്ന നിലയിൽ വിലമതിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് തെറ്റുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ ഈ എത്രത്തോളം വിസർജ്യം അങ്ങോട്ട് വാരി വിതറാൻ കഴിയുമോ അത്രത്തോളം അങ്ങോട്ട് വാരി വിതറുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ സമൂഹത്തിൽ. അത് ഇഷ്ടപ്പെടുന്ന കുറേ ഈ ഏറ്റവും നികൃഷ്ടമായ കുറച്ച് ജീവികളുണ്ടല്ലോ, നമ്മൾ പന്നികൾ എന്നൊക്കെ പറയുന്ന വിസർജ്യം മാത്രം ഭക്ഷിച്ച് കഴിയുന്ന ചില പന്നികൾ, അത്തരത്തിലുള്ള കുറേ ആളുകളുമുണ്ട്. എന്ന് വെച്ചാൽ ആ വിസർജ്യം മതി അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്വാളിറ്റിയോ അതിൻ്റെ ഫലങ്ങളോ വശങ്ങളോ ഇതൊന്നും ബാധകമൊന്നുമില്ല. എന്തെങ്കിലും കിട്ടിയാൽ മതി, അത് തിന്നോളൂ. ഞാൻ അവരെ താരതമ്യപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് പറഞ്ഞു, ഏതോ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ടോയ്ലറ്റ് ഇവിടെ പ്രത്യേകമായിട്ടില്ല, പന്നിക്കൂട്ടിലാണ് ഞങ്ങളെല്ലാവരും കാര്യം സാധിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ നേരമായിപ്പോൾ ഒരു കമ്പെടുത്ത് തന്നു. കമ്പും കൊണ്ട് പോയിക്കോ, കടിക്കും ചിലപ്പോൾ, അപ്പോൾ കുത്താനാണ്. അങ്ങനെയുള്ള ആളുകളാണിവർ. നന്ദി, നമസ്കാരം.